ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഐ ആം നോട്ട് എ റോബോട്ട് എന്ന ഡ്രാമയിലെ 6th എപ്പിസോഡാണ്. ജിയ പറഞ്ഞത് കേട്ട് സയൻറ്റിസ്റ്റുകളെ ഭക്ഷണം കഴിക്കാനായി കിം വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. അവർ വന്നപ്പോൾ കിം അവരെ ഭക്ഷണം കഴിക്കാനായി വിളിക്കുന്നുണ്ട്. അങ്ങനെ കിം പറഞ്ഞതെല്ലാം കേട്ട് അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുന്നുണ്ട്. അപ്പോഴാണ് കിം അവരോട് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ AJ3യെ എനിക്ക് വിട്ടുതരാത്തത്? അപ്പോൾ അവർ പറയുന്നുണ്ട്, നമ്മളൊന്നുമല്ല തീരുമാനമെടുക്കുന്നത്, സയൻറ്റിസ്റ്റാണ്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് എന്നെല്ലാം പറയുമ്പോൾ കിം അവരെ സോപ്പിടാൻ വേണ്ടി പല ഭക്ഷണങ്ങളും അവർക്ക് തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. അതെല്ലാം കഴിച്ച് ഇത്രയ്ക്ക് ടേസ്റ്റുള്ള ഭക്ഷണം ഞാൻ എവിടെയൊന്നും കഴിച്ചിട്ടില്ല എന്നെല്ലാം അവർ കിമ്മിനോട് പറയുന്നുണ്ട്. അവരെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കിമ്മിനെ AJ3 പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി അവൾ പറയുന്നുണ്ട്, നിങ്ങൾ അവരോടെല്ലാം കൂടുതൽ അടുത്തു പെരുമാറ്, അവരുടെ ഫാമിലിയെ പറ്റിയൊക്കെ ചോദിക്കുക എന്നെല്ലാം കേൾക്കുന്ന കിം പറയുന്നുണ്ട്, ഞാൻ ശ്രമിച്ചു നോക്കാം, എനിക്ക് പക്ഷേ അത് വരുമോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഇതുവരെ ഇങ്ങനെ ആരോടും സംസാരിച്ചിട്ടില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ജിയ പറഞ്ഞു കൊടുത്ത പ്രകാരം കിം അവരോടെല്ലാവരോടും നല്ല അടുത്ത് പെരുമാറാൻ ശ്രമിക്കുന്നുണ്ട്. കിം അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ ഫാമിലിയിൽ ആരൊക്കെയുണ്ട്, അവരെല്ലാം എന്താക്കുകയാണ് എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് അവർ കിമ്മിന് എന്ത് പറ്റിയെന്നെല്ലാം ചിന്തിക്കുന്നുണ്ട്. അതേസമയം യൂച്ചോൾ സാന്താ മരിയ ടീമുമായി ബന്ധപ്പെടാൻ പറഞ്ഞ് അവർ വന്നപ്പോൾ യൂച്ചോളിനോട് പറയുന്നുണ്ട്, അത് നമുക്ക് വാങ്ങിയാലോ, അവരത് വിൽക്കാനെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ യൂച്ചോൾ പറയുന്നുണ്ട് അവരോട്, എത്ര വിലയാലും നമുക്കത് വാങ്ങണം, കിമ്മിനത് കിട്ടരുത് എന്നെല്ലാം യൂച്ചോൾ പറയുന്നുണ്ട്. അവരെല്ലാവരും ഭക്ഷണം കഴിച്ച പ്ലേറ്റും ഗ്ലാസുമെല്ലാം ഗേൾ സയൻറ്റിസ്റ്റ് കീകാൻ പോകുമ്പോഴാണ് അവിടേക്ക് ജിയ വന്ന് അവരോട് ചോദിക്കുന്നത്, ഒരു പാവമല്ലേ കിം, അവൻ്റെ കൂടെ റോബോട്ടായി ഞാൻ നിൽക്കുന്നതിൽ എന്താണ് സയൻറ്റിസ്റ്റിന് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ സീനിയർ സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട്, ഞങ്ങളെടുത്ത തീരുമാനമല്ല, അത് സയൻറ്റിസ്റ്റിൻ്റെ തീരുമാനമാണ്, അവർ പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയൂ എന്നെല്ലാം ജിയോട് പറയുന്നുണ്ട്. കിം ആണെങ്കിൽ AJ3യെ വിളിച്ച് അവളുടെ മേൽ തല ചായച്ചു വെച്ച് അവളോട് പറയുന്നുണ്ട്, എനിക്കിനി പോകുന്നതിൽ വളരെയധികം സങ്കടമാണ്, കഴിഞ്ഞ 15 വർഷമായിട്ട് എനിക്ക് ആകെപ്പാടെ എന്നെ എല്ലാം മനസ്സിലാക്കി കിട്ടിയ ഒരു ഫ്രണ്ട് നീ മാത്രമാണ് എന്നെല്ലാം പറഞ്ഞ് കിം ഒരുപാട് വിഷമിക്കുന്നുണ്ട്. കിമ്മിൻ്റെ വാക്യൂം ക്ലീനർ അല്പം കംപ്ലൈൻ്റ് ആയതിനാൽ സയൻറ്റിസ്റ്റ് എല്ലാം അത് റെഡിയാക്കുകയായിരുന്നു. അത് കണ്ട് ഓടി വന്ന് കിം അതെടുത്ത് അതിനോട് നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്നെല്ലാം ഒരു കുട്ടികളോട് സംസാരിക്കുന്ന പോലെ അതിനോട് സംസാരിക്കുന്നുണ്ട്. അതെല്ലാം കണ്ടിട്ട് അവർക്ക് യാതൊന്നും മനസ്സിലാകുന്നില്ല. അവർ കിമ്മിനോട് പറയുന്നുണ്ട്, അതിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്, അത് ഞങ്ങൾ ശരിയാക്കി തരാം എന്നെല്ലാം പറയുന്നുണ്ട്. അവർക്ക് കിമ്മിൻ്റെ ഈ അവസ്ഥ കണ്ട് വളരെയധികം ദയ തോന്നുന്നുമുണ്ട്. അങ്ങനെ അത് നന്നാക്കി തിരിച്ചു കൊടുത്തപ്പോൾ കിം അതിനെ എടുത്ത് കെട്ടിപ്പിടിച്ച് കിസ്സെല്ലാം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് അവർക്ക് ഒരുപാട് സങ്കടമാകുന്നുണ്ട്. കിമ്മിന് ആരോടും സംസാരിക്കാനൊന്നുമില്ല, അവന് ആകെപ്പാടെ റോബോട്ടുകളുള്ളൂ എന്ന സങ്കടമാണ് അവരുടെ എല്ലാവരുടെയും ഉള്ളിലുള്ളത്. കിം ഡ്രിങ്ക്സ് കഴിക്കാൻ വിളിക്കുമ്പോൾ അവർ യാതൊരു മടിയും കൂടാതെ ചെല്ലുന്നുണ്ട്. അങ്ങനെ അവരുടെ എല്ലാവരുടെയും നിർബന്ധം കാരണം ആ ലേഡി സയൻറ്റിസ്റ്റും ചെല്ലുന്നുണ്ട്. അപ്പോൾ കിം ചോദിക്കുന്നുണ്ട്, എനിക്ക് ആരുമില്ല, എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും മരിച്ചു പോയതാണ്, എനിക്കാണെങ്കിൽ ഒരുപാട് ശത്രുക്കളുമുണ്ട്, എനിക്ക് ആകെപ്പാടെ ഇത്രയും വർഷത്തിന് ശേഷം കിട്ടിയ നല്ലൊരു ഫ്രണ്ട് ഈ റോബോട്ടാണ് എൻ്റെ AJ3, അതിനെ എനിക്ക് തിരിച്ചു തന്നൂടെ എന്നെല്ലാം ചോദിക്കുമ്പോൾ ആ ലേഡി സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട്, ഞങ്ങളല്ല തീരുമാനമെടുക്കുന്നത്, സയൻറ്റിസ്റ്റാണ്, സയൻറ്റിസ്റ്റിന് എന്തുകൊണ്ടാണ് ഈ തീരുമാനമെടുക്കാൻ പറ്റുന്നത് എന്ന് എനിക്കറിയില്ല എന്നെല്ലാം പറയുന്നുണ്ട്. സയൻറ്റിസ്റ്റ് തിരികെ വന്നു നോക്കുമ്പോൾ അവിടെ ജിയെ കാണുന്ന സയൻറ്റിസ്റ്റ് ചോദിക്കുന്നുണ്ട്, ഇവൾ വീണ്ടും എന്തിനാണ് ഇവിടേക്ക് വന്നത്, ഞാൻ അവളെ അവൾ വീട്ടിൽ പറഞ്ഞയച്ചതല്ലേ, പിന്നെയും എന്തിനാണ് റോബോട്ടിൻ്റെ ഡ്രസ്സെല്ലാം ഇട്ട് ഇവിടേക്ക് വന്നത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അതിനിടയിലാണ് കിം സയൻറ്റിസ്റ്റിനെ കാണാൻ വന്നത്. എന്നിട്ട് കിം എല്ലാത്തിനും സോറി, എനിക്ക് ആ റോബോട്ടിനെ തന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട്, എനിക്ക് നിനക്കത് തരാൻ യാതൊരു താല്പര്യവുമില്ല എന്നെല്ലാം പറയുന്നുണ്ട്. കിം എന്തു തന്നെ പറഞ്ഞിട്ടും സമ്മതിക്കാതാകുന്ന സയൻറ്റിസ്റ്റിനെ കയ്യിൽ കയറി പിടിക്കുകയാണ് കിമ്മിൻ്റെ
AG3 അടുത്തില്ലാത്തത് കാരണം കിം എന്തായാലും അലർജിറ്റിക് ആവുമെന്ന് അവന് ഉറപ്പായിരുന്നു. അവൻ്റെ ഈ രോഗം സയൻറ്റിസ്റ്റിന് കാണിച്ചു കൊടുക്കാമെന്നും അവൻ വിചാരിച്ചിരുന്നു. അങ്ങനെ സയൻറ്റിസ്റ്റിൻ്റെ കൈ തൊട്ട് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് കിമ്മിന് മേലാസകലം അലർജിയായി പൊന്തി വരുന്നത്. അത് കണ്ട് സയൻറ്റിസ്റ്റിന് ഒരുപാട് പേടി തോന്നുന്നുണ്ട്. അങ്ങനെ സയൻറ്റിസ്റ്റിനോട് അവൻ രോഗമെല്ലാം വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അതെല്ലാം കേട്ടിട്ടും ഒരു ദയവും കാണിക്കാതെ സയൻറ്റിസ്റ്റ് അവിടെ നിന്ന് പോവുകയാണ്. അവരെല്ലാവരും വിചാരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് സയൻറ്റിസ്റ്റിന് ഒരടുക്കവും ഇല്ലാത്തതെന്നെല്ലാം. പക്ഷേ കിമ്മിൻ്റെ ആ അവസ്ഥ പിന്നെയും ആലോചിച്ച സയൻറ്റിസ്റ്റ് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് വണ്ടിയെല്ലാം തിരിക്കുന്നുണ്ട്. അവർ എല്ലാവരും ഒരുപാട് ഹാപ്പിയാകുന്നുമുണ്ട്. അങ്ങനെ അവർ കിമ്മിൻ്റെ വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ കിമ്മിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. പക്ഷേ സയൻറ്റിസ്റ്റ് ഒരു ഡീലിലായിരുന്നു വന്നത്. സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട്, നീ AG3യെ ഒരു പെങ്ങളെ പോലെ കാണണം, പിന്നെ അവളെ ടച്ച് ചെയ്യാനൊന്നും പാടില്ല, ഞാൻ എന്താണോ പറയുന്നത് അതെല്ലാം അപ്പോൾ തന്നെ നീ അനുസരിക്കണം എന്നെല്ലാം പറയുമ്പോൾ അതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് കിം എല്ലാത്തിനും സമ്മതമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കേട്ടിട്ടും ജിയുടെ ചേട്ടൻ ഒന്നും മനസ്സിലാവാത്ത പോലെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ AG3യെ തിരിച്ചു കിട്ടിയതിൽ കിമ്മിന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. AG3യോട് കിം പറയുന്നുണ്ട്, എൻ്റെ എല്ലാ കാര്യവും ഇനി നീ തന്നെ ശ്രദ്ധിക്കണം, എനിക്ക് എന്ത് അപകടം പറ്റിയാലും നീ എൻ്റെ അടുത്തേക്ക് ഓടി വരണം എന്നെല്ലാം കിം പറയുന്നുണ്ട്. അതെല്ലാം കേട്ട് AG3 ശരി മാസ്റ്റർ എന്നെല്ലാം അവരോട് തിരിച്ചു പറയുന്നുമുണ്ട്. തിരിച്ച് വീട്ടിലേക്ക് വന്ന കിം ജിയോട് പറയുന്നുണ്ട്, നീ പോയി ആ റൂമെല്ലാം ഒന്ന് ക്ലീനാക്കി എന്തെല്ലാം പറയുന്നുണ്ട്. ആ റൂം കണ്ട് ജിയ നോക്കുന്നുണ്ട്, അവിടെ ഒരു വൃത്തികേടുമില്ല, പിന്നെ എന്തിനാണ് കിം എന്നെ പറഞ്ഞയക്കുന്നതെന്ന്. എന്നിട്ടും ജിയ അവിടേക്ക് പോകുന്നുണ്ട്. അവിടെ പോയി നോക്കുമ്പോൾ ഒന്നാകെ റോബോട്ടിനുള്ള ഡ്രസ്സായിരുന്നു. അതെല്ലാം കണ്ട് അവൾ നെട്ടുന്നുണ്ട്. അപ്പോഴാണ് കിം അവളുടെ അടുത്തേക്ക് വന്ന് അവളോട് പറയുന്നത്, ഇതെല്ലാം ഇനി നിനക്കുള്ളതാണ്, ഇതിൽ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ട് നീ വാ, ഞങ്ങൾക്ക് 2 പേർക്ക് കൂടി പുറത്തു പോകാനുണ്ട് ഒരു സ്ഥലം വരെ എന്ന് പറയുന്നുണ്ട്. കിം പറഞ്ഞ പോലെ കിം വാങ്ങിക്കൊടുത്ത ഒരു ഡ്രസ്സിൽ അതെല്ലാം ഇട്ട് വരുന്ന ജിയെ കാണുമ്പോൾ കിം ഒരു നിമിഷം നെട്ടിപ്പോയി. അവന് അതൊരു പെണ്ണായിരുന്നെങ്കിൽ എന്നെല്ലാം ആലോചിച്ചു പോകുന്നുണ്ട്. അത്രയ്ക്ക് ഭംഗിയായിരുന്നു കിം വാങ്ങിക്കൊടുത്ത ആ ഡ്രസ്സ് ജിയ ധരിച്ചപ്പോൾ. കിമ്മിന് ക്ലാസ് എടുക്കാനായിരുന്നു ജിയുടെ ഫ്രണ്ട് അവിടേക്ക് വരുന്നത്. പക്ഷേ കിമ്മിന് അറിയില്ലായിരുന്നു അത് ജിയുടെ ഫ്രണ്ടാണെന്ന്. ജിയുടെ ഫ്രണ്ട് കിമ്മിന് എങ്ങനെയെല്ലാമാണ് ഡേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കിസ് ചെയ്യേണ്ടത്, ഹഗ് ചെയ്യേണ്ടത് എന്നെല്ലാം പഠിപ്പിക്കാനായിരുന്നു വന്നത്. അതിനിടെ ജിയെ കണ്ട ജിയുടെ ഫ്രണ്ട് കിമ്മിനോട് ചോദിക്കുന്നുണ്ട്, ഇതാരാ, നിങ്ങളുടെ ഗേൾ ഫ്രണ്ടാണോ? അപ്പോൾ കിം പറയുന്നുണ്ട്, അല്ല, എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നീ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വാ എന്നെല്ലാം പറയുമ്പോൾ കിം പറയുന്നുണ്ട്, വേണമെങ്കിൽ നീ പോയി ഒറ്റയ്ക്കെടുത്ത് കുടിക്കി, ഇതെൻ്റെ ഫ്രണ്ടാണ്, ഇവളോടൊന്നും പറയണ്ട എന്നെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം കേട്ട് ജിയക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഇങ്ങനെ ഡേറ്റിംഗ് ചെയ്യേണ്ടത്, അവരുടെ കൂടെ നടക്കേണ്ടതും എങ്ങനെയാണ് എന്നെല്ലാം ജിയെ വെച്ചിട്ടായിരുന്നു അവർ കാണിച്ചു കൊടുക്കുന്നത് കിമ്മിന്. അങ്ങനെ നടക്കുന്നതിടെ ജിയ ഒന്ന് വികാനെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ കിം അവളെ ഓടി വന്ന് പിടിക്കുകയായിരുന്നു. അപ്പോഴാണ് ജിയുടെ ഫ്രണ്ട് അവരോട് പറയുന്നത്, ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഡേറ്റിംഗ് ചെയ്യുമ്പോൾ കിസ് ചെയ്യേണ്ടത് എന്നെല്ലാം പറയുന്നുണ്ട്. അത് കേട്ട് അവർ ഒന്ന് നെട്ടുന്നുണ്ട്. രാത്രിക്ക് ഡേറ്റിങ്ങിന് പോകുകയാണ്. അവൻ്റെ കൂടെ ജയുണ്ടെന്ന് അറിഞ്ഞ സയൻറ്റിസ്റ്റ് അവിടേക്ക് വന്ന്, ഞാനും വരുന്നുണ്ട്, ജയും ഞാനും മാറി തന്നെ നിന്നോളാം എന്നെല്ലാം കിമ്മിനോട് പറയുന്നുണ്ട്. അങ്ങനെ ഡേറ്റിങ്ങിന് റേയെ കൂട്ടി കിം വന്നിരുന്നത് അന്ന് ജിയുടെ കൂടെ പോയിരുന്ന ടൗണിലായിരുന്നു. പക്ഷേ ഇതൊന്നും റേക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. റേ വളരെയധികം കാശുകാരിയായിരുന്നു. അവൾക്കതിൻ്റെ അല്പം പൊങ്ങച്ചവും ഉണ്ടായിരുന്നു. അവൾക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ കിം ഇവിടേക്ക് കൊണ്ടുവന്നതിൽ അവൾക്ക് യാതൊരു ഇഷ്ടവുമായിട്ടില്ലായിരുന്നു. അങ്ങനെ ഡേറ്റിങ്ങിനിടെ അന്ന് ജിയക്ക് ഇട്ടുകൊടുത്ത അതേ ക്യാപ്പ് റേക്ക് കിം ഇട്ടുകൊടുക്കാൻ പോകുമ്പോൾ റേ പറയുന്നുണ്ട്, എനിക്കിതൊന്നും വേണ്ട, ഇതെല്ലാം ലോക്കലാണ്, എൻ്റെ മുടിയെല്ലാം ചീത്തയാകും എന്ന് കിമ്മിനോട് പറയുന്നുണ്ട്. കിം ഇതെല്ലാം കേൾക്കുമ്പോൾ എന്തോ ഒരു പോലെ തന്നെ തോന്നുന്നുണ്ട്.
ജിയും സയൻറ്റിസ്റ്റും ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരുന്നു. അവൾ അവിടെ ഇരുന്ന് കോഫിയെല്ലാം കുടിക്കുന്നുണ്ട്. അത് കാണുന്ന യൂച്ചോൾ പറഞ്ഞയച്ച 2 ആളുകൾ, അതിൽ ഒരാളായിരുന്നു ജിയ ഇതെല്ലാം ചെയ്തത് കണ്ടത്. അങ്ങനെ മറ്റേയാൾ വരുമ്പോൾ ഇവർ പറയുന്നുണ്ട്, അത് ശരിക്കും റോബോട്ടല്ല, അതൊരു പെണ്ണാണ് എന്ന് ഞാൻ തെളിയിക്കും എന്നെല്ലാം മറ്റേയാളോട് പറയുന്നുണ്ട്. റേക്ക് ഹെയിൽസ് ഇട്ട് കാലുവേദനയായത് കാരണം കിം ഒരു ചെരുപ്പെല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കാണുന്ന ജിയക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. അതിനിടെ സയൻറ്റിസ്റ്റ് ജിയയോട് പറയുന്നുണ്ട്, അവർ 2 പേരും നല്ല കപ്പിളാണല്ലേ. അപ്പോൾ ജിയ സങ്കടപൂർവ്വം ആണെന്ന് പറയുന്നുണ്ട്. ജിയ റോബോട്ടല്ലെന്ന് തെളിയിക്കാൻ വേണ്ടി അയാൾ ഒരു സ്റ്റിക്ക് എടുത്ത് കുത്തി നോക്കുന്നുണ്ട്. പക്ഷേ ജിയുടെ മേൽ റോബോട്ടിക് പാർട്സ് ഉള്ളത് കാരണം ആ സ്റ്റിക്ക് ഒടിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നുണ്ട്, എങ്ങനെ ഫുഡെല്ലാം കഴിക്കുന്ന റോബോട്ടോ. ആകെപ്പാടെ അയാൾക്ക് ഭ്രാന്താകുന്നുണ്ട്. റേ എനിക്ക് അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞ് കിമ്മിനോട് ബായെല്ലാം പറഞ്ഞ് പോവുകയാണ്. പക്ഷേ ഇതെല്ലാം കണ്ട് കിം ഒട്ടും ഹാപ്പി ആയിരുന്നില്ല. കിം പറയുന്നതൊന്നും റേ ഒട്ടും കേട്ടിരുന്നില്ല. റേക്ക് വേറൊരു ലൈഫായിരുന്നു ഇഷ്ടം. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന കിമ്മിനെ കാണുന്ന ജിയക്കും ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. മഴ പെയ്യാൻ പോകുന്നത് കാണുന്ന സയൻറ്റിസ്റ്റ് കുട വാങ്ങാൻ നോക്കുമ്പോൾ ആ ഷോപ്പിൽ വലിയൊരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ മഴ പെയ്യുന്ന കാണുന്ന കിം കുടയെടുത്ത് നേരെ ജിയുടെ മുമ്പിലേക്ക് നീട്ടുന്നുണ്ട്. അപ്പോഴാണ് ജിയ കിമ്മിനെ കിസ് ചെയ്യുന്നത്. എന്നിട്ട് കിമ്മിനോട് പറയുന്നുണ്ട്, ഇങ്ങനെയാണ് കിസ് ചെയ്യേണ്ടത് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ കിമ്മിൻ്റെ ആഗ്രഹവും നടക്കുന്നുണ്ട്. കിമ്മിൻ്റെ ആഗ്രഹം കിമ്മിൻ്റെ റോബോട്ട് തന്നെ കിസ് ചെയ്യുന്നത് പഠിപ്പിച്ചു തരണം എന്നായിരുന്നു. അതെല്ലാം നടക്കുന്നുണ്ട്. ഇതാണ് ഐ എം നോട്ട് എ റോബോട്ട് എന്ന ഡ്രാമയിലെ 6th എപ്പിസോഡിലുള്ളത്.